മരവയലിലെ ഒരു വീട്ടിലാണ് പകൽ 3 മണിയോടെ കള്ളൻ ആദ്യമെത്തിയത്. വീട്ടുടമയും കുടുംബവും വോട്ട് ചെയ്യാൻ കണ്ണൂരിൽ പോയിരിക്കുകയായിരുന്നു. അടുക്കള വാതിൽ പൊളിച്ചകത്ത് കയറിയ കള്ളൻ എല്ലാ മുറികളിലും പരിശോധന നടത്തി. ഒന്നും കിട്ടാതായതോടെ അലമാറയിലെ വസ്ത്രങ്ങൾ മുഴുവൻ താഴെയിട്ട് കത്തിച്ചു. വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഉടമസ്ഥനായ യദുനാഥനെ വിവരം അറിയിച്ചത്. സ്ഥലത്തെത്തിയ കൽപ്പറ്റ ഫയർഫോഴ്സ് തീയണയ്ക്കുകയും ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുകയും ചെയ്തു. 5 മണിയോടെയായിരുന്നു രണ്ടാമത്തെ മോഷണ ശ്രമം. മുണ്ടേരി WMO ഹോസ്റ്റലിന് സമീപത്തെ പ്രാണിയത്ത് റഷീദിന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത്. റഷീദും കുടുംബവും പടിഞ്ഞാറത്രയിലെ ബന്ധുവീട്ടിൽ പോയതായിരുന്നു. അടുക്കള ഭാഗത്തെ ഗ്രില്ല് തകർത്ത ശേഷം കള്ളൻ വാതിലും പൊളിച്ചു. ബഹളം കേട്ടെത്തിയ അയൽവാസികളെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ഗ്രില്ലിന്റെ ഗ്യാസ് സിലിണ്ടർ ഇട്ടിട്ട് പൊട്ടിക്കുകയാണ് അവർ ചെയ്തത്. പൂട്ട് പൊട്ടിച്ചു. അതിനുശേഷം വാതില് തൂമ്പായുടെ എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കുകയായിരുന്നു. 3 അടിയുടെ ഭയങ്കര സൗണ്ടുകൾ കൊണ്ടാണ് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. അത് പ്രകാരം അയൽവക്കക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും കള്ളൻ അവിടുന്ന് ഓടി മറിയുകയായിരുന്നു ചെയ്തത്. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മോഷണശ്രമം നടക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ മുണ്ടേരിയിൽ ഇത്ര കാലങ്ങളായിട്ട് ഒരു കള്ളനോ അല്ലാതെ വേറെ പിന്നെ എങ്ങനെ കളവ് കേസായിട്ടും അങ്ങനെ ആയിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്റർസൈറ്റ് ആൾക്കാരാണ് സാധ്യത എന്ന് കൂടുതൽ നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ കൂടുതൽ അവരാണ് എങ്ങനെ ചെയ്യുള്ളൂ നമ്മളെ നിഗമനം. കള്ളൻ ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താൻ ഊർജിതമായ അന്വേഷണം നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.